ഏതൊക്കെ സബ്ജക്ട്സിനാണ് നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നത്? നമ്മൾ സബ്ജക്റ്റ് ട്യൂഷൻസ് വന്ന് മെയിനായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാ ലാംഗ്വേജസും, അതിൻ്റെ ഒപ്പം തന്നെ മാത്സ്, സയൻസ് ചെറിയ ക്ലാസ്സിലാകുമ്പോൾ അങ്ങനെ, അത് വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന രീതിയിലുള്ള എല്ലാ സബ്ജക്ട്സിനും ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ സ്കിൽ മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമ്മുടെ അക്കാഡമിക് ക്ലാസ്സസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു 6 മാസം തുടരുന്ന ഒരു കുട്ടിക്ക് ഏകദേശം എല്ലാ മാസവും 2 ക്ലാസ് എന്ന രീതിയിൽ 12 ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഈ 12 ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുട്ടികളുടെ ക്രിട്ടിക്കൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളുണ്ടാവും. പിന്നെ ക്രിയേറ്റീവ് സ്കിൽസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പീപ്പിൾ സ്കിൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസും ഉണ്ടാവും. ഇതിൽ നിന്ന് കുട്ടിക്ക് ഏതിനാണ് താല്പര്യം കൂടുതൽ എന്നുള്ളത് നമ്മൾ കുറച്ച് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്ന സൈക്കോളജിയിൽ വരുന്ന ചില ടെസ്റ്റുകളും, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യറിൻ്റെ ബേസിസിലും നമ്മൾക്ക് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് കിട്ടുവാണ്. ആ ഇൻപുട്ടുകളെല്ലാം വെച്ച് നമ്മൾ കുട്ടികളായിട്ട് ഒരു 1-to-1 സെക്ഷനിലൂടെയാണ് അവരുടെ താല്പര്യം ഏതെന്ന് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത്.